Hi students, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ് ബൈ റാഷണലൈസേഷൻ മെത്തേഡാണ്. എന്താണ് റാഷണലൈസേഷൻ മെത്തേഡ് എന്ന് നോക്കാം. റാഷണലൈസേഷൻ ഈസ് ഫോളോഡ് വെൻ വി ഹാവ് ഫ്രാക്ഷണൽ പവേഴ്സ് ലൈക്ക് 1/2, 1/3 etc. ഓൺ എക്സ്പ്രഷൻ ഇൻ ന്യൂമറേറ്റർ ഓർ ഡിനോമിനേറ്റർ ഓൺ ഇൻ ബോത്ത്. After rationalization, the terms are factorized which on cancellation give the result. അതായത് ചില പ്രോബ്ലത്തിനകത്ത് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ അല്ലെങ്കിൽ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിലോ റൈസ് ടു 1/2 ദാറ്റ് ഈസ് റൂട്ട്, ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട് ഇങ്ങനെയുള്ള ഫ്രാക്ഷണൽ പവേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മൾ റാഷണലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരേപോലുള്ള ടേമുകളെ ക്യാൻസൽ ചെയ്തിട്ടാണ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ എച്ച്. നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ എച്ചിന് 0 എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്തായി മാറും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 0 മൈനസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 0. ശരിയല്ലേ? ദാറ്റ് ഈസ് 0/0 ഫോമിലല്ലേ? ഡയറക്റ്റ് ഇവാലുവേഷൻ നടത്താൻ പറ്റത്തില്ലല്ലോ. റൂട്ടുള്ള പ്രോബ്ലം അല്ലേ? ആർക്കാണ് റൂട്ടുള്ളത്? ഫ്രാക്ഷണൽ പവേഴ്സ് ഉള്ളത് ന്യൂമറേറ്ററിലാണ്. സോ എങ്ങനെ റാഷണലൈസ് ചെയ്യാം? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റാഷണലൈസ് ചെയ്യാം. സോ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. എന്താണ് ന്യൂമറേറ്റർ കോഞ്ചുഗേറ്റ്? എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. സോ ന്യൂമറേറ്ററിൻ്റെ ടേംസുകൾ നോക്കുക. അത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്നുള്ള രൂപത്തിലാണ്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് പോവും. എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. സോ എക്സ് എക്സ് ക്യാൻസൽ. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. സോ എച്ച് എച്ച് ക്യാൻസൽ. സോ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിന് 0 കൊടുക്കുക പ്ലസ് റൂട്ട് എക്സ് ദാറ്റ് ഈസ് 1 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. സോ ഇങ്ങനെയാണ് റാഷണലൈസേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് റൂട്ട് 2 ഡിവൈഡ് ബൈ എക്സ്. നമുക്കറിയാം ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2 പ്ലസ് 0 മൈനസ് റൂട്ട് 2 ദാറ്റ് ഈസ് 0/0 ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ റൂട്ട് ഉള്ളത് കൊണ്ട് ന്യൂമറേറ്ററിൽ റൂട്ട് ഉള്ളത് കൊണ്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് റൂട്ട് 2 ഡിവൈഡ് ബൈ എക്സ്. എന്താണ് ന്യൂമറേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ്? റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2. അപ്പം ഞാൻ ന്യൂമറേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ ന്യൂമറേറ്ററിൻ്റെ റിസൾട്ട് എന്താണ്? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഫോമിലാണ്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവുന്നു. സോ 2 പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2. സോ നെക്സ്റ്റ് ലൈൻ. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 2 ക്യാൻസൽ ആണ്. അതുപോലെ എക്സ് എക്സ് ക്യാൻസൽ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് 2. നമുക്കറിയാം എക്സിന് 0 കൊടുക്കുന്നു. സോ 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് 2 വിച്ച് ഈസ് ദ റിസൾട്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a പ്ലസ് എക്സ് മൈനസ് റൂട്ട് ഓഫ് a മൈനസ് എക്സ്. നമുക്കറിയാം എക്സിന് 0 കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് ഫോമിലാകും? 0/0 ഫോമിലാകും. സോ ഇവിടെ റൂട്ട് അഥവാ റാഷണൽ പവർ ഉള്ളത് ഡിനോമിനേറ്റർ ആണ്. സോ ഡിനോമിനേറ്ററിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a പ്ലസ് എക്സ് മൈനസ് റൂട്ട് ഓഫ് a മൈനസ് എക്സ്. എന്താണ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ്? റൂട്ട് ഓഫ് a പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് a മൈനസ് എക്സ്. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് a പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് a മൈനസ് എക്സ്. സോ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് a പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് a മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് പ്രത്യേകം നോക്കുക. a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണ്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്ത് എന്താവും? a പ്ലസ് എക്സ്
minus of a minus x. A plus x minus of a minus x. So limit x tends to 0, x into root of a plus x plus root of a minus x divided by, open ചെയ്യുമ്പം a cancel ആണ്, minus x minus minus x, that is 2x ആണ്. So x cancel ആണ്. So ലിമിറ്റ് കൊടുക്കാം, root of a plus 0 plus root of a minus 0 divided by 2, that is 2 root a divided by 2, which is equal to root a. Clear ആണല്ലോ? Next problem, limit x tends to a, root of a plus 2x minus root 3x divided by root of 3a plus x minus 2 root x. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താ? ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് ഫോമിലാകും? 0/0 ഫോമിലാകും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റാഷണലൈസ് ചെയ്യാം. പക്ഷേ റാഷണലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റാഷണൽ എന്താണ് റൈസ് ടു 1/2 അഥവാ റൂട്ട് എന്നുള്ള ടേം ഉണ്ട്. സോ ഡിനോമിനേറ്ററിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആദ്യം ടേം എഴുതാം, ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, റൂട്ട് ഓഫ് എ പ്ലസ് 2x മൈനസ് റൂട്ട് 3x ഡിവൈഡഡ് ബൈ റൂട്ട് 3a പ്ലസ് എക്സ് മൈനസ് 2 റൂട്ട് എക്സ്. ടേംസ് എഴുതി. നമുക്ക് ആദ്യം ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x, അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x. അടുത്ത ടൈം എന്താണ്? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ്. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ന്യൂമറേറ്ററിലെ ആദ്യത്തെ രണ്ട് ടേമുകൾ നോക്കുക. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി മോഡലാണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എ പ്ലസ് 2x മൈനസ് 3x വരും അല്ലേ, ഇൻറ്റു ലാസ്റ്റ് ടൈം അതേപോലെ നിൽക്കാം, റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ആദ്യത്തെയും അവസാനത്തെയും നോക്കുക. ഫസ്റ്റ് ടൈം തേർഡ് ടേം എന്താണ്? ഒന്ന് റൂട്ട് 3a പ്ലസ് എക്സ് മൈനസ് 2 റൂട്ട് എക്സും ഒന്ന് റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സും ആണ്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 3a പ്ലസ് എക്സ് മൈനസ് 4x. ക്ലിയർ ആണല്ലോ? ഇൻറ്റു റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഫസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എ പ്ലസ് 2x മൈനസ് 3x, ദാറ്റ് ഈസ് എ മൈനസ് എക്സ്, ഇൻറ്റു റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ടേംസ് നോക്കുക. 3a ഓൾറെഡി എഴുതാം. എക്സ് മൈനസ് 4x എന്ന് പറഞ്ഞാൽ മൈനസ് 3x ആണ്. സോ 3a മൈനസ് 3x ആണ്. സോ 3 കോമൺ എടുക്കുകയാണെങ്കിൽ എ മൈനസ് എക്സ് വരും. റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x. എ മൈനസ് എക്സ് എ മൈനസ് എക്സ് ക്യാൻസൽ ആവുന്നു. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തരും? 1/3 ഇൻറ്റു റൂട്ട് ഓഫ് 3a പ്ലസ് എക്സിന് വരെ എ കൊടുക്കുമ്പോൾ 3a പ്ലസ് 4a പ്ലസ് 2 റൂട്ട് എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താവും? എ പ്ലസ് 3x, ദാറ്റ് ഈസ് എ പ്ലസ് 3a റൂട്ട് 3a പ്ലസ് റൂട്ട് 3a, വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു റൂട്ട് 4 എന്ന് വെച്ചാൽ 2 റൂട്ട് എ ആണ്. 2 റൂട്ട് എ പ്ലസ് 2 റൂട്ട് എ, ദാറ്റ് ഈസ് 4 റൂട്ട് എ ഡിവൈഡഡ് ബൈ റൂട്ട് 3a പ്ലസ് റൂട്ട് 3a, ദാറ്റ് ഈസ് 2 റൂട്ട് 3a. സോ 4/2 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2 റൂട്ട് എ ഡിവൈഡഡ് ബൈ 3 റൂട്ട് 3a എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത മെത്തേഡിലേക്ക് പോകാം. അടുത്ത മെത്തേഡാണ് ട്രിഗണോമെട്രിക് ലിമിറ്റ്സ്. ട്രിഗണോമെട്രിക് ലിമിറ്റ്സ് ലിമിറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ പഠിക്കണം. അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ടു ഇവാലുവേറ്റ് ട്രിഗണോമെട്രിക് ലിമിറ്റ്സ്, ദ ഫോളോയിങ് റിസൾട്ട്സ് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ് റിസൾട്ട്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0, sin x by x is equal to 1. Second result, limit x tends to 0, tan x by x is equal to 1. Next result, limit x tends to 0, sin inverse x divided by x is equal to 1. അടുത്ത റിസൾട്ട്, ലിമിറ്റ് x tends to 0, tan inverse x by x is equal to 1.
limit x tends to 0, sin x raised to 0 divided by x is equal to pi by 180 degree, limit x tends to 0, cos x is equal to 1, limit x tends to 0, sin x minus a divided by x minus a is equal to 1, limit x tends to 0, tan x minus a divided by x minus a is equal to 1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും റിസൾട്ടുകളാണ് പ്രധാനമായിട്ടും ട്രിഗണോമെട്രിക് ലിമിറ്റ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കിനി ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ഡിവൈഡ് ബൈ എക്സ്. നമ്മൾ തൊട്ട് മുമ്പിൽ റിസൾട്ട് പഠിച്ചതേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1, സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1 എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദിച്ചേക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ബൈ എക്സ് ആണ്. നമുക്കറിയാം സൈൻ 4x വന്നാൽ താഴെയും എന്ത് വരണം, ഡിനോമിനേറ്ററിൽ 4x വന്നാൽ മാത്രമേ 1 ആവൂ. സോ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1 എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ട്. ഓക്കെ ആണേ. സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ബൈ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിനോമിനേറ്ററിൽ ഒരു 4ൻ്റെ കുറവുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഒരു 4 കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് കോമ്പൻസേഷൻ എന്ന നിലയിൽ ന്യൂമറേറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇത് ഏത് ഫോമിലായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിലായി. സോ ഇതിൻ്റെ റിസൾട്ട് 1 ആണ്. 1 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 4. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 3x ബൈ എക്സ്. നമ്മൾ നേരത്തെ സൈനിൻ്റെ റിസൾട്ട് പഠിച്ച അതേ റിസൾട്ട് തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് 1 ആയതുപോലെ അടുത്ത റിസൾട്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ എക്സ് ബൈ എക്സ് 1 ആണ്. ഇവിടെ ടാൻ 3x ബൈ 3x വന്നാലേ 1 ആവത്തുള്ളൂ. സോ നമ്മളൊരു ചെറിയ അറേഞ്ച്മെൻറ്റ് നടത്തുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 3x ബൈ എക്സ് ആണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ ഡിനോമിനേറ്റർ 3 എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തതുകൊണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയല്ലേ? സോ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 3x ബൈ 3x 1 ആയതുകൊണ്ട് 1 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 3. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ബൈ 3x. അപ്പോൾ സൈനുമായിട്ട് ബന്ധപ്പെടുന്ന റിസൾട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1. ഇവിടെ എക്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെയും എക്സ് വരണം, എങ്കിൽ മാത്രമേ 1 ആവൂ. അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x എന്ന് വരുവാണെങ്കിൽ താഴെ 4x ആണ് വരണം. നമുക്ക് 3x ആണുള്ളത്. 3 റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. സോ റീ അറേഞ്ച്മെൻറ്റ് നടത്താം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ബൈ 3x ആണ് നമ്മുടെ പ്രോബ്ലം. സോ റീ അറേഞ്ച് ചെയ്യുവാണ്. സൈൻ 4x ബൈ 3 റീചേഞ്ച് ചെയ്തു. അതിന് പകരം 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 4x ബൈ 4x 1 ആണ്. സോ 1 × 4 ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ 3. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 2x ബൈ 4x. റിസൾട്ട് അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 2x ബൈ 2x വന്നാലേ 1 ആകത്തുള്ളൂ. ഇവിടെ 4x ആണ്. 4 റീപ്ലേസ് ചെയ്ത് അതിന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. സോ റീ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ എന്താവും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 2x ബൈ 4x ബിക്കംസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 2x ഡിവൈഡഡ് ബൈ എക്സിന് മാറ്റമില്ല. 4 റീപ്ലേസ് ചെയ്ത് അതിന് പകരം നമ്മൾ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് റിസൾട്ടാണ്. എന്താണ് റിസൾട്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ 2x ബൈ 2x 1 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 1 × 2 ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 2 ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 3x ബൈ സൈൻ 7x. സോ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്കറിയാം സൈൻ 3x വന്നാൽ ബൈ 3x വന്നാലേ 1 ആകത്തുള്ളൂ അല്ലേ. റിസൾട്ട് അനുസരിച്ച് ഡിനോമിനേറ്റർ റിസൾട്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 7x മാത്രമേ ഉള്ളൂ. ബൈ 7x വന്നാലേ 1 ആകത്തുള്ളൂ. സോ 2 പ്രോബ്ലംസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 3x ഡിവൈഡഡ് ബൈ സൈൻ 7x എന്നുള്ളത് ഈ റിസൾട്ട് ഉപയോഗിച്ച് എന്താ റിസൾട്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു a, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു a, എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. സോ അതിൻ്റെ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 3x, അതാണ് ന്യൂമറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 7x, അതാണ് ഡിനോമിനേറ്ററിൻ്റെ പ്രോബ്ലംസ്. ഇനി പറയും എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 3x ബൈ 3x വന്നാലേ 1 ആവത്തുള്ളൂ. സോ 3x കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. സോ അതിന് പകരം 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയാണല്ലോ. ഇനി ഡിനോമിനേറ്റർ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 7x എന്നുള്ളത് ബൈ 7x ഒക്കെ ആണെങ്കിൽ ഇൻറ്റു 7x എഴുതി കൂടെ. സോ ഹിയർ എക്സ് ക്യാൻസൽ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 3x ബൈ 3xൻ്റെ വില 1 ആയതുകൊണ്ട് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 7x ബൈ 7x 1 ആണ്. സോ 1 ഇൻറ്റു 7 വിച്ച് ഇസ് ഈക്വൽ ടു 3/7. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം തൊട്ട് മുമ്പിൽ ചെയ്തതിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ സൈൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ടാനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 2x ബൈ tan 5x. ഇവിടെയും ടാനിനെ പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan x ബൈ x 1 ആണ്. സോ ഇവിടുന്ന് പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഏതൊക്കെ ആയിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 2x ബൈ 2x വന്നാൽ 1 ആവും. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 5x ബൈ 5x വന്നാലും 1 ആവും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്ററിന് പ്രത്യേക ലിമിറ്റ് കൊടുക്കാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan 2x ഡിവൈഡഡ് ബൈ tan 5x ബിക്കംസ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 2x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 5x. ഇനി നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് നടത്താം. എന്താണ് റിസൾട്ട് അനുസരിച്ച് tan 2x ബൈ 2x വരണം. സോ ബൈ 2x, സോ ഇൻറ്റു 2x. ക്ലിയർ. അടുത്ത ഡിനോമിനേറ്ററിൻ്റെ ടേം എന്താണ്? tan 5x ആണ് ഡിവൈഡഡ് ബൈ 5x, സോ ഇൻറ്റു 5x. സോ എക്സ് ക്യാൻസൽ. നമുക്കറിയാം രണ്ട് റിസൾട്ട് നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 2x ബൈ 2x 1 ആണ്. സോ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 5x ബൈ 5x 1 ആണ്. സോ 1 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 2/5. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ബൈ tan 10x. ഇവിടുത്തെ പ്രത്യേകത ന്യൂമറേറ്റർ സൈനിൻ്റെ ടേമിലും ഡിനോമിനേറ്റർ ടാനിൻ്റെ ഫോമിലാണ്. സോ ഈ രണ്ട് സ്ഥലത്തെ റിസൾട്ട് നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ബൈ 4x 1 ആണ്. സോ 4x കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിനോമിനേറ്റർ ടേം എന്താണ്? tan 10x ആണ്. റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 10x ബൈ 10x ആണ്. ബൈ 10x ആകുമ്പോൾ അതിന് കോമ്പൻസേഷൻ ആയിട്ട് ഇൻറ്റു 10x ആക്കാം. സോ ക്വസ്റ്റ്യൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ബൈ tan 10x is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 10x. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അറേഞ്ച്മെൻറ്റ് നടത്താം. നമുക്കറിയാം സൈൻ 4x വരികയാണെങ്കിൽ ബൈ 4x ഇൻറ്റു 4x. ക്ലിയർ ആണല്ലോ. ഡിനോമിനേറ്റർ ടൈം എന്താണ്? ബൈ 10x ഇൻറ്റു 10x. സോ എക്സ് ക്യാൻസൽ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 4x ബൈ 4x 1 ആണ്. സോ 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan 10x ബൈ 10x 1 ആണ്. സോ 1 ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു 4/10 വിച്ച് ഇസ് ഈക്വൽ ടു 2/5. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x ഡിവൈഡ് ബൈ 4x. അപ്പോൾ റിസൾട്ടിൻ്റെ ഏകദേശം വക്കിലെത്തി കഴിഞ്ഞു. ഓൾറെഡി പഠിച്ചു വെച്ച റിസൾട്ട് അനുസരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x ബൈ x വന്നാൽ 1 ആകും. നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന 4 ആണ്. സോ നമുക്ക് അടുത്ത വരിയിൽ നമുക്ക് 4 അങ്ങ് വെളിയിൽ കൊണ്ടുവരാം. സോ 1/4 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1/4 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x ഡിവൈഡഡ് ബൈ x എന്ന് എഴുതി കൂടെ. സോ 1/4 ഇൻറ്റു എന്താണ് റിസൾട്ട്? 1 അല്ലേ. സോ ഫൈനൽ ആൻസർ ഈസ് 1/4. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan ഇൻവേഴ്സ് 3x ബൈ x. ഇത് ട്രിഗണോമെട്രി അല്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും നമ്മൾ tan ഇൻവേഴ്സിനെ കുറിച്ചും സൈൻ ഇൻവേഴ്സിനെ കുറിച്ചും റിസൾട്ട് പഠിച്ചു. സൈനിനകത്തും ടാനിനകത്തും പഠിച്ചാൽ അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan ഇൻവേഴ്സ് x ബൈ x വന്നാൽ 1 ആണ്. ഇനി സൈൻ ഇൻവേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ ഇൻവേഴ്സ് x ബൈ x 1 ആണ്. സോ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan ഇൻവേഴ്സ് 3x ബൈ x ആണ്. നമുക്കറിയാം tan ഇൻവേഴ്സ് 3x വന്നാൽ ബൈ 3x വന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ? 1 ആകത്തുള്ളൂ. സോ
നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 ടാൻ ഇൻവേഴ്സ് 3x ബൈ എക്സ് എന്നുള്ളതിനകത്ത് ചെറിയ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 ടാൻ ഇൻവേഴ്സ് 3x ബൈ എക്സ് ഓൾറെഡി ഉണ്ട്, ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതവിടെ 3 വരുമ്പോൾ ഇൻറ്റു 3. ക്ലിയർ ആണല്ലോ. സോ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1 അല്ലേ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 ടാൻ ഇൻവേഴ്സ് 3x ബൈ 3x 1 ആണ്. സോ 1 ഇൻറ്റു 3 ഈക്വൽ ടു 3. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 4x. സോ റിസൾട്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് ഇക്വൽ ടു 1 ആണ്. സോ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡിനോമിനേറ്ററിലുള്ള ടേം 4 ആണ്. സോ 1/4 നമുക്ക് പുറത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. സോ ഇതിനെ നമുക്കറിയാം വില 1 ആണ്. സോ 1/4 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/4. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ ഇൻവേഴ്സ് 7x ബൈ എക്സ്. സൈൻ ഇൻവേഴ്സ് 7x വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിലും എന്ത് വരണം? 7x വരണം. നമുക്ക് എക്സേ ഉള്ളൂ. 7 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ ഇൻവേഴ്സ് 7x ഡിവൈഡ് ബൈ എക്സ് ആണ്. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മുടെ റിസൾട്ട് 1 ആണ്. 1 ഇൻറ്റു 7 ഈക്വൽ ടു 7. ക്ലിയർ ആണല്ലോ. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. സോ നമ്മുടെ റിസൾട്ട് അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണല്ലോ. സോ അതേപോലെ റിസൾട്ടാണ് സൈൻ പൈ മൈനസ് എക്സ് വന്നാൽ ഡിനോമിനേറ്ററിലും എന്ത് വരണം? പൈ മൈനസ് എക്സ് വരണം. അത് ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് ആരെ കോമൺ എടുക്കാം? ഇവിടെ 1/πയെ നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് എക്സ്. ഇത് നമ്മുടെ റിസൾട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഡിവൈഡ് ബൈ പൈ മൈനസ് എക്സിൻ്റെ വില 1 ആണ്. നമ്മൾ ഓൾറെഡി റിസൾട്ട് എഴുതിയിട്ടുണ്ട്. സോ ഫൈനൽ ആൻസർ ഈസ് 1/π ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/π. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 cos 2x മൈനസ് 1 ഡിവൈഡ് ബൈ cos x മൈനസ് 1. അപ്പോൾ കോസുമായിട്ട് റിസൾട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരേ ഒരു റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 cos x വന്നാൽ 1 ആകും, അല്ലാതെ വേറെ റിസൾട്ടുകളില്ല. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് cos 2x മൈനസ് 1 ആണ്. നമുക്കറിയാം ഈ ഒരു റിസൾട്ട് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ cos 2x മൈനസ് 1 അല്ല, 1 മൈനസ് cos 2x എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. എന്താണ് 1 മൈനസ് 2xൻ്റെ റിസൾട്ട്? 2 സൈൻ സ്ക്വയർ എക്സ്. ശരിയല്ലേ? 1 മൈനസ് 2x എന്ന് പറഞ്ഞാൽ 1 മൈനസ് cos 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. സിമിലർലി ഡിനോമിനേറ്റർ ടേം നോക്കിയാൽ ഡിനോമിനേറ്റർ ടേം cos x മൈനസ് 1 ആണ്. അതിനെയും നമുക്ക് റിവേഴ്സ് ചെയ്ത് 1 മൈനസ് cos x ആയാൽ അതിനും റിസൾട്ട് ഉണ്ട്. സോ 1 മൈനസ് cos xൻ്റെ റിസൾട്ട് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സോ ഈ രണ്ട് റിസൾട്ടുകൾ നമ്മൾ പഠിക്കുക. എന്തൊക്കെയാണ് റിസൾട്ടുകൾ? 1 മൈനസ് cos 2xൻ്റെ റിസൾട്ട് ഉണ്ട് 2 സൈൻ സ്ക്വയർ എക്സ്. 1 മൈനസ് cos xൻ്റെ റിസൾട്ട് ഉണ്ട് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സോ നമുക്ക് എങ്ങനെ ഈ ഫോമിലേക്ക് എത്തിക്കാം? ന്യൂമറേറ്ററിലെ ടേമിനെയും ഡിനോമിനേറ്റർ ടേമിൽ നിന്ന് മൈനസ് കോമൺ എടുത്താൽ ഈ ഫോമിലേക്ക് എത്തിച്ചൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് cos 2x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഞാൻ മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് cos x. സോ മൈനസ് മൈനസ് ക്യാൻസൽ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1 മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് cos x. സോ which is equal to limit x tends to 0 1 minus cos 2x whole divided by limit x tends to 0 1 minus cos x. സോ ഈ രണ്ട് സ്ഥലത്തും നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. എന്താണ് 1 മൈനസ് cos 2x എന്ന റിസൾട്ട്? 2 സൈൻ സ്ക്വയർ എക്സ് അല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സോ 2 2 ക്യാൻസൽ. സൈൻ സ്ക്വയർ എക്സ് മീൻസ് സൈൻ എക്സിൻ്റെ സൈൻ എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2. നമുക്കറിയാം റിസൾട്ട് അപ്ലൈ ചെയ്യണം എങ്ങനെയാണ്? സൈനുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സോ ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് പകരം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് എക്സ് 0 സൈൻ എക്സ് ബൈ എക്സ് ഇവിടെ ആവശ്യമുണ്ട്. സോ എക്സ് സ്ക്വയർ 1. ഓക്കെ ആണോ?
ഇതുപോലെ ഡിനോമിനലുള്ള അവസ്ഥ എന്താണ്? ഫസ്റ്റ് ടേമിൽ എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിന് പകരം എക്സ് ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നെക്സ്റ്റ് ടേമിലും എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് പകരം എക്സ് ബൈ ടു കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോയി. സോ 1/4 ദാറ്റ് ഈസ് 4 ഇൻറ്റു സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ലിമിറ്റ് എക്സും 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. അടുത്തത് സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സും 0 സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2 ഇവിടെ രണ്ട് സ്ഥലത്ത് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 4. ക്ലിയർ ആണല്ലോ? ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. നമുക്കറിയാം ട്രിഗണോമെട്രിയിൽ രണ്ട് ടേംസ് ഉണ്ട്, ഒന്ന് സൈൻ എ എക്സ് ഉണ്ട്, ഒന്ന് ബി എക്സ് ഉണ്ട്. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് വരികയാണെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് എ എക്സ് വരണം, എങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് ബൈ എക്സ് 1 ആണ്. സോ ന്യൂമറേറ്ററുള്ള എല്ലാ ടേമിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതുപോലെ ഡിനോമിനേറ്റർ ടേംസ് ഒക്കെ എ എക്സ് പ്ലസ് സൈൻ ബി എക്സ് ആണുള്ളത്. സോ നമുക്ക് എല്ലാ ടേമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യമായി തന്നെ നമുക്ക് ലിമിറ്റ് രണ്ടാക്കി എഴുതാം. ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ലിമിറ്റ് സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എ എക്സ് പ്ലസ് സൈൻ ബി എക്സ്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂമറേറ്ററിലെ എല്ലാ ടേമിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിന് പകരമായിട്ട് എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയാണല്ലോ? ഡിവൈഡ് ബൈ ഇവിടെ സൈൻ ബി എക്സ് ബൈ ബി എക്സ് 1 ആകാൻ വേണ്ടി എല്ലാ ടേമിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതിന് പകരം ബി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എക്സ് എക്സ് ക്യാൻസൽ ആണ്. സെപ്പറേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് പ്ലസ് ബി എക്സ് ഹോൾ ഡിവൈഡ് ബൈ എക്സ് അല്ലേ? ഓരോ ടേമിനെ സെപ്പറേറ്റ് കട്ട് ചെയ്താൽ എന്താ വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് ബൈ എ എക്സ് പ്ലസ് ബി എക്സ് ബൈ എ എക്സ് മീൻസ് ബി ബൈ എ. ശരിയാണല്ലോ? ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇവിടെയും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തതാവും എ എക്സ് ബൈ ബി എക്സ് ദാറ്റ് ഈസ് എ ബൈ ബി പ്ലസ് സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ ബി എക്സ്. സോ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എ എക്സ് ബൈ എ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ ബി എക്സ് ബൈ ബി എ 1 ആണ്. സോ ബാലൻസ് എന്താവും? എ ബൈ ബി ഇൻറ്റു 1 പ്ലസ് ബി ബൈ എ ഹോൾ ഡിവൈഡ് ബൈ എ ബൈ ബി പ്ലസ് 1. ശരിയല്ലേ? സോ വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ എൽ സി എടുക്കുമ്പോൾ എന്താ വരും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ എൽ സി എന്താവും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ ബി. സോ എ പ്ലസ് ബി ക്യാൻസൽ. ദാറ്റ് ഈസ് എ ബൈ ബി ഇൻറ്റു 1 ബൈ എ ഡിവൈഡ് ബൈ 1 ബൈ ബി ദാറ്റ് ഈസ് ബി ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ ബി സൈൻ എക്സ്. നമുക്കറിയാം അവിടെ സൈനുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് ഉണ്ട്. സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ 1 എന്നാണ്. സോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്താം. ന്യൂമറേറ്ററിലെ എല്ലാ ടേമിലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. എ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ആണ്. സോ നമുക്ക് രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? എക്സ് കോമൺ എടുക്കാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബി സൈൻ എക്സ്. ശരിയല്ലേ? സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 നമുക്ക് ന്യൂമറേറ്റർ ടേമിൽ നിന്ന് എക്സ് കോമൺ എടുത്ത് എന്താവും? എക്സ് ഇൻറ്റു എ പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബി സൈൻ എക്സ്. നമുക്കത് ഈ എക്സിനെ താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എ പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബി സൈൻ എക്സ് ബൈ എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ? സോ നമ്മുടെ റിസൾട്ടിലേക്ക് ഭാഗത്തിലായാലും എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആയതുകൊണ്ട് ആൻസർ ഈസ് എ പ്ലസ്. ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 കോസ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ് 0 1 ആണ്. ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു നമ്മുടെ ലിമിറ്റിൻ്റെ വില 1 ആയതുകൊണ്ട് ഫൈനൽ ആൻസർ ഈസ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. തൊട്ട് മുമ്പിൽ ഇതിനെ ബേസ് ചെയ്ത റിസൾട്ട് നമ്മൾ പറഞ്ഞതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് എക്സ് വന്നാൽ ഡയറക്റ്റ് പറ്റത്തില്ല. സോ ട്രിഗണോമെട്രിക് റിസൾട്ട് തന്നെ അപ്ലൈ ചെയ്യണം. 1 മൈനസ് കോസ് എക്സിനുള്ള ഫോർമുല എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സോ റീപ്ലേസ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആരാണ്? എക്സ് സ്ക്വയർ ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 മീൻസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2.
ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് ഇൻറ്റു എക്സ്. ഇനി നമ്മുടെ റിസൾട്ടിലേക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x/2 ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടതും x/2 ആണ്. സോ ഒരു ഡിവൈഡഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ അതിന് പകരമായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതുപോലെ രണ്ടാമത്തെ ഡേവിനും x/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 2 ശരിയാണല്ലോ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x/2 ബൈ x/2 ഇതിൻ്റെ വില എത്രയാണ്? 1 ആണ്. ഇവിടെയും ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ x/2 എത്രയാണ്? 1 ആണ്. So answer is 2 into 1 into 1 divided by 2 into 2. That is final answer is 1/2. Clear ആണല്ലോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ എക്സ്. ഇതൊരു ചോദ്യമാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ ഇൻവേഴ്സ് 3x ഡിവൈഡ് ബൈ എക്സ്. ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തേ ഉള്ളൂ. സൈൻ 4x വന്നു കഴിഞ്ഞാൽ താഴെയും 4x ആവണം. സോ 4x ഇൻറ്റു 4x ഇൻറ്റു 4. സോ ഇതിൻ്റെ ലിമിറ്റിൻ്റെ വില എത്ര? 1 ആണ്. സോ 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. ക്ലിയർ ആണല്ലോ. ഇതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ടാൻ ഇൻവേഴ്സ് 3x ബൈ എക്സ് വന്നാലോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan inverse 3x by 3x into 3. So answer എന്തായി മാറും? 1 ആയി. 1 into 3 is equal to 3 ആണ്. ക്ലിയർ ആണല്ലോ. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ ax by x അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan ax divided by x which is equal to limit extends to 0 sin inverse ax by x which is equal to limit extends to 0 tan inverse ax divided by x. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് a ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഷോർട്ട് കട്ട്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ ax by x, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan ax by x, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ ഇൻവേഴ്സ് ax by x, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 tan inverse ax by x. ഇതിൻ്റെ എല്ലാ ഉത്തരം എത്രയാണ്? a ആണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 4x ഡിവൈഡ് ബൈ എക്സ് എന്നല്ലേ ക്വസ്റ്റ്യൻ. ഇവിടെ എയുടെ വില 4 ആണ്. സോ ദ ആൻസർ ഈസ് 4. ക്ലിയർ ആണല്ലോ. ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ ഇൻവേഴ്സ് 3x ഡിവൈഡ് ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് ax by x a തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 3. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോവാണ്. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 3x ഡിവൈഡഡ് ബൈ 4x. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് കഴിഞ്ഞാൽ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 3x ബൈ എക്സ് അവിടെ തന്നെ നിർത്തി 4നെ റീപ്ലേസ് ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ ആൻസർ ഈസ് 1 into 3/4 ഈക്വൽ ടു 3/4. ക്ലിയർ ആണല്ലോ. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 2x ഡിവൈഡഡ് ബൈ ടാൻ 4x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് ലിമിറ്റാക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 2x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ 4x. ഇനി എന്താണ് ചെയ്തത്? ടാൻ 2x വന്നപ്പോൾ ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു 2x ഡിവൈഡ് ബൈ 4x ഇൻറ്റു 4x. സോ x ക്യാൻസൽ. ലിമിറ്റിൻ്റെ വില 1 ആണ്. സോ 1 into 2 ഡിവൈഡഡ് ബൈ 1 into 4 ദാറ്റ് ഈസ് 2/4 ഈക്വൽ ടു 1/2. ശരിയാണല്ലോ. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഷോർട്ട് കട്ട് ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ ax ഡിവൈഡഡ് ബൈ bx. ഈ ഒരു ഫോർമാറ്റ് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 3x by 4x. ആൻസർ കിട്ടിയത് 3/4 അല്ലേ? നമുക്കത് ഇവിടുന്ന് പറഞ്ഞുകൂടിയത് 3/4 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 2x by tan 4x. ഇവിടെ നമുക്ക് റിസൾട്ട് പറഞ്ഞുകൂടെ 2/4 ആണ്. സോ 1/2 ആണെന്ന് പറഞ്ഞുകൂടെ. സോ റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ ax by bx is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ ax by sin bx which is equal to limit extends to 0 ax divided by sin bx which is equal to limit extends to 0
tan ax divided by bx, which is equal to limit x tends to 0 tan ax divided by tan bx, which is equal to limit x tends to 0 ax divided by tan bx, which is equal to limit x tends to 0 sin ax divided by tan bx, which is equal to a by b. ഓക്കെ ആണല്ലോ. ഇത് ട്രിഗണോമെട്രിയിലെ കാര്യമാണ്. ഇതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ വന്നാലും ഇതേ റിസൾട്ട് തന്നെ ബാധകമാണ്. അപ്പം ഇവിടെ എല്ലാം നമുക്ക് റിസൾട്ട് ഒറ്റയടിക്ക് പറയാൻ പറ്റും. എ ബൈ ബി കണ്ടോ, എ ബൈ ബി, 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 എ ബൈ ബി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എ എക്സ് ബൈ എക്സ്, സൈൻ എ എക്സ് ബൈ ബി എക്സ്, എ എക്സ് ബൈ സൈൻ ബി എക്സ്, tan ax by bx, tan ax by tan bx, ax divided by tan bx, sin ax by tan bx. ഇതിന് എല്ലാത്തിനും ഉത്തരം എന്താണ്? a by b ആണ്. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ ലിമിറ്റ് x tends to 0 sin 3x divided by 4x. ആൻസർ എന്തായിരിക്കും? 3/4. ക്ലിയർ ആണല്ലോ. ലിമിറ്റ് x tends to 0 tan 4x divided by sin 7x. എന്താണ് റിസൾട്ട്? 4/7. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാത്തിനും ഉത്തരം a by b ആണ്. അടുത്ത ഇൻവേഴ്സ് ട്രിഗണോമെട്രി ബേസ് ചെയ്ത് പറയാം. ലിമിറ്റ് x tends to 0 sin inverse ax by bx, which is equal to limit x tends to 0 ax by sin inverse bx, which is equal to limit x tends to 0 sin inverse ax by sin inverse bx, which is equal to limit x tends to 0 tan inverse ax by bx, which is equal to limit x tends to 0 ax divided by tan inverse bx, which is equal to limit x tends to 0 sin inverse ax divided by tan inverse bx, which is equal to a by b. ഇതൊരു റിസൾട്ടാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ബേസ് ചെയ്ത് ഇങ്ങനെ വരുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? a by b ആണ്. ഇതിൻ്റെ തിയറിയും അതിൻ്റെ എളുപ്പവഴി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന് ലിമിറ്റ് x tends to 0 sin inverse 4x divided by 7x. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? a by b, ദാറ്റ് ഈസ് 4/7. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളെല്ലാം നന്നായി പഠിക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ലോഗരിതം ലിമിറ്റ്സ് ആണ്. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ എക്സ്പാൻഷൻ ഓഫ് ലോഗരിതമിക് സീരീസ് വിച്ച് ഈസ് ഗിവൺ ബിലോ. താഴെ പറയുന്നതാണ് ലോഗരിതം സീരീസ്. ലോഗ് ഓഫ് 1 + x is equal to x minus x square by 2 plus x cube by 3 plus etc. plus where -1 less than or equal to x less than or equal to 1. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ലിമിറ്റിൻ്റെ ഫോമിൽ ഇതാണ്. ലിമിറ്റ് x tends to 0 log of 1 + x divided by x is equal to 1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലോഗരിതം ലിമിറ്റ്സിനകത്ത് ഉപയോഗിക്കുന്ന ഫോമുല കൃത്യമായി പഠിക്കുക. ലിമിറ്റ് x tends to 0 log of 1 + x divided by x is equal to 1. അടുത്തൊരു ചോദ്യമാണ് ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 log of 1 + 3x divided by x. നമ്മൾ റിസൾട്ട് വെച്ച് പഠിച്ചതാണ്. ലിമിറ്റ് x tends to 0 log of 1 + x is equal to 1 എന്നാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്. ലിമിറ്റ് x tends to 0 log of 1 + x divided by x is equal to 1. സോ ആ രൂപത്തിൽ ഇതിനെങ്ങനെ മാറ്റാം? ഇവിടെ ലോഗ് 1 + 3x ആണുള്ളത്. അപ്പോൾ നമുക്ക് താഴെ എന്ത് വരണം? 3x വരണം. സോ ലിമിറ്റ് x tends to 0 ഡിനോമിനേറ്ററിൽ വരേണ്ട ടേം 3x ആണ്. സോ ഒരു 3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതിൻ്റെ ഉത്തരം 1 ആണ്. സോ ലിമിറ്റ് x tends to 0 log of 1 + 3x by 3x 1 ആയതുകൊണ്ട് 1 × 3 = 3. ക്ലിയർ ആണല്ലോ. ഇതാണ് ലോഗരിതം ലിമിറ്റ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ആണ്. എക്സ്പോണൻഷ്യൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടുകൾ താഴെ പറയുന്ന റിസൾട്ടുകളാണ്. ഫസ്റ്റ് റിസൾട്ട് ഈസ് ലിമിറ്റ് x tends to 0 e⁻x - 1/x is equal to 1. രണ്ടാമത്തെ റിസൾട്ട് ലിമിറ്റ് x tends to 0 a⁻x - 1/x is equal to log a. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ട് കാണാൻ പഠിക്കുക. ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലിമിറ്റ് x tends to 0 a⁻x - b⁻x by x.
നമ്മൾ പഠിച്ചേക്കുന്ന എ റൈസ് ടു എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് ലിമിറ്റ് കൊടുക്കുമ്പോൾ log a എന്നാണ് പഠിച്ചത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് 1/x വന്നാൽ log a എന്നാണ് റിസൾട്ട് പിടിച്ചിരുന്നത്, ശരിയല്ലേ. സോ ന്യൂമറേറ്ററിലെ ആദ്യത്തെ ടേമായ എ റൈസ് ടു എക്സ് എന്നുള്ള ഫോമിലായി. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈം ബി റൈസ് ടു എക്സ് ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്നുള്ള ഫോമിൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ബി റൈസ് ടു എക്സ് മൈനസ് 1/x, അതിൻ്റെ ഉത്തരം എന്താണ്, log b ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 എ റൈസ് ടു എക്സ് മൈനസ് 1/xൻ്റെ ഉത്തരം log a യും ലിമിറ്റ് എക്സ് ടെൻസ് 0 ബി റൈസ് ടു എക്സ് മൈനസ് 1/xൻ്റെ വരെ log b ആണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കുക, എ റൈസ് ടു എക്സ് മൈനസ് 1 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു -1 നമുക്ക് ചേർക്കാൻ വേണ്ടി 1 കൊണ്ട് ആഡ് ചെയ്യും, 1 കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ റീറൈറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് ബി റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് ഓൾറെഡി ഉണ്ട്, ഒരു -1 കിട്ടുന്നതിന് വേണ്ടി ഒരു +1 ആഡ് ചെയ്യുന്നു, ശരിയാണല്ലോ. മൈനസ് ബി റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. സോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് 1 പ്ലസ് 1 മൈനസ് ബി റൈസ് ടു എക്സിനകത്ത് നിന്ന് ഒരു മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ ബി റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്, ശരിയാണോ. സെപ്പറേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് 0 എ റൈസ് ടു എക്സ് മൈനസ് 1/x മൈനസ് ബി റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. സോ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ട് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 എ റൈസ് ടു എക്സ് മൈനസ് 1/xൻ്റെ ഉത്തരം log a ആണ്. log a മൈനസ് രണ്ടാമത്തെ റിസൾട്ട് log b ആണ്. log a മൈനസ് log b ദാറ്റ് ഈസ് log a ബൈ b. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 എ ബി ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എക്സ് മൈനസ് ബി റൈസ് ടു എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇവിടെ എ റൈസ് ടു എക്സ് ബി റൈസ് ടു എക്സ് പ്രധാനപ്പെട്ട ടേമുകൾ അതാണ്. നമ്മുടെ റിസൾട്ട് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു log a എന്നല്ലേ. സോ നമുക്ക് അതിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. എ ബി ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എക്സ് മൈനസ് ബി റൈസ് ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എ ബി ദ ഹോൾ റൈസ് ടു എക്സിന് എങ്ങനെ എഴുതാം, എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു എക്സ് എന്ന് എഴുതി കൂടെ, എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എക്സ് മൈനസ് ബി റൈസ് ടു എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം, എ റൈസ് ടു എക്സ് കോമൺ എടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് 0 എ റൈസ് ടു എക്സ് നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് ബി റൈസ് ടു എക്സ് മൈനസ് 1. ലാസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ ബാലൻസ് വരുന്നത് ബി റൈസ് ടു എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, ശരിയാണല്ലോ. ഈ രണ്ട് ടേമിൽ നിന്നും ന്യൂമറേറ്ററിലെ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം, ബി റൈസ് ടു എക്സ് മൈനസ് 1 കോമൺ എടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് 0 ബി റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ബാലൻസ് എന്താണ്, എ റൈസ് ടു എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഇൻറ്റു എക്സ് കണ്ടാ, എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ് എന്നുള്ള സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തി. ലിമിറ്റ് എക്സ് 0 എ റൈസ് ടു എക്സ് മൈനസ് 1/x log a യും ലിമിറ്റ് എക്സ് 0 ബി റൈസ് ടു എക്സ് മൈനസ് 1/x log b യുമാണ്. സോ log a ഇൻറ്റു log b. സോ ദിസ് ഈസ് ദ റിസൾട്ട്. ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് ഓൾജിബ്രിക് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഓൾജിബ്രിക് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഓൾജിബ്രിക് ഫംഗ്ഷൻസിലെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ p/q ഫോമിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഡിനോമിനേറ്റർ 0 വരാം, ചില സമയങ്ങളിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒന്നുകിൽ ഫൈനൈറ്റ് വരെ ആവാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് വാല്യൂ ആവാം. ചില ടേമുകളിൽ നമ്മൾ 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമിലാവും. അങ്ങനെയുള്ള ഫോമിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. In this section, we evaluate limit of algebraic functions when variable tends to a finite or infinite value. While evaluating algebraic limits of the form 0/0, infinity/infinity and infinity minus infinity arise, we will discuss here. 0/0 അല്ലെങ്കിൽ infinity/infinity, infinity minus infinity ലേക്കാണ് നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. നമ്മൾ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയിലാകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന റിസൾട്ടാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. ഇതൊരു ഷോർട്ട് കട്ടാണ്. ദിസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ f of x by g of x,
reduced to 0 by 0 or infinity by infinity. അങ്ങനെ 0/0 ഫോമുല അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയുടെ ഫോമുല വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റൂൾ ഇതാണ്. ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആണല്ലോ ന്യൂമറേറ്റർ ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് ആണ് ഡിനോമിനേറ്റർ ഫംഗ്ഷൻ. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദെൻ ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടിൽ ദിസ് ഫോം ഈസ് റിമൂവ്ഡ്. ഈ 0/0 എന്നുള്ള ഫോം റിമൂവ് ആകുന്നത് വരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോം റിമൂവ് ആകുന്നത് വരെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇതാണ് എൽ ഹോസ്പിറ്റലിൻ്റെ ഫോമുല. എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഓഫ് ദി ഫോം 0/0. വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. വാട്ട് ഈസ് എൽ ഹോസ്പിറ്റൽ റൂൾ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്. സോ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഓഫ് ദി ഫോം 0/0. ദെൻ ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് limit extends to a f of x divided by g of x is equal to limit extends to a f dash x by g dash x. ഓക്കെ, ഇനി ഏതെങ്കിലും കാരണവശാൽ ജി ഡാഷ് എക്സും എഫ് ഡാഷ് എക്സും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു തവണ എൽ ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് 0/0 ഫോമിനാണെങ്കിൽ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് if again take the form 0/0 or infinity by infinity, then limit extends to a f of x by g of x is equal to limit extends to a f dash x by g dash x is equal to limit extends to a f double dash x by g double dash x. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണെങ്കിൽ ആ ഫോമിനെ നമ്മൾ പറയുന്നവരാണ് ഇൻഡിറ്റർമിനന്റ് ഫോം. ഇതുപോലെ ഒത്തിരി ഫോംസ് ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഏതൊക്കെയാണ് ഇൻഡിറ്റർമിനന്റ് ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 0/0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റൈസ് 0, 0 റൈസ് 0, 1 റൈസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയുള്ള ഫോമുകളെല്ലാം ജനറലി നമ്മൾ പറയുന്ന പേര് ഇൻഡിറ്റർമിനന്റ് ഫോമാണ്. സോ ഈ ഇൻഡിറ്റർമിനന്റ് ഫോമിൽ എൽ ഹോസ്പിറ്റൽ റൂൾ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കേസുകളിലാണ്? 0/0യിലും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിലും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും 0/0 ആവുകയാണെങ്കിൽ എഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡബിൾ ഡാഷ് എക്സ് ബൈ ജി ഡബിൾ ഡാഷ്. വീണ്ടും 0/0 ആണെങ്കിൽ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എപ്പോഴാണോ 0/0 എന്നുള്ള ഫോം റിമൂവ് ആകുന്നത് അത്രയും ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഈ റൂളിനെയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ നോക്കേ, ഏറ്റവും ബേസിക് ആയിട്ട് റിസൾട്ട് തന്നെ നോക്കാം. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇത് ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റ് കിട്ടത്തില്ല. കാരണം സൈൻ 0 ആണ്, ഡിവൈഡ് ബൈ താഴെയും 0 ആണ്. സോ 0/0 ആണ്. ഇത് ഇൻഡിറ്റർമിനന്റ് ഫോമാണ്. പക്ഷേ ഇതിൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് പഠിച്ചു. അതെങ്ങനെ കിട്ടി? ഏത് റൂൾ ഉപയോഗിച്ചിട്ടാണ്? എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ചാണ് ഈ പറഞ്ഞേക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ധാരാളം റിസൾട്ട് പഠിച്ചു. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ടാൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ലോഗ് എ ആണ്. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 0/0 ഫോമിലാവും. പക്ഷേ എൽ ഹോസ്പിറ്റൽ റൂൾ വഴി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഇതിൻ്റെ ഉത്തരം എങ്ങനെ 1 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0/0 വരുന്നത് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഏത് റൂൾ ഉപയോഗിച്ച്? എൽ ഹോസ്പിറ്റൽ റൂൾ മെത്തേഡ് ഉപയോഗിച്ച്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് 0. എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. കണ്ടോ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ ഡെറിവേറ്റീവ് എടുത്തു. സോ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ കോസ് 0 ഈക്വൽ ടു എന്താവും? 1 ആകും. ക്ലിയർ ആണല്ലോ? മറ്റൊരു റിസൾട്ട്, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ, ഡയറക്റ്റായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സിനകത്ത് ഡയറക്റ്റായിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സിന് പകരം 0 കൊടുക്കുന്നു. അപ്പോൾ ഇ റൈസ് 0 1 ആണ്. 1 മൈനസ് 1 എന്തായി മാറും? 0 ആവും. ഡിനോമിനേറ്ററും 0 ആവും. അപ്പോൾ 0/0 ഫോമിലെത്തി. സോ വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. വി ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0. എന്താണ് എൽ ഹോസ്പിറ്റൽ ചെയ്യുന്നത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡെറിവേറ്റീവ് എടുക്കുക. സോ ഫസ്റ്റ് ടൈം ഇ റൈസ് ടു എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഇ റൈസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു 1.
ക്ലിയർ ആണല്ലോ. ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റിലേക്ക് പോവാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 x റൈസ് ടു 6 മൈനസ് 24x മൈനസ് 16 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 2x മൈനസ് 12. നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 റൈസ് ടു 6 മൈനസ് 24 ഇൻറ്റു 6 മൈനസ് 16. ഇത് എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. ഡിനോമിനേറ്റർ എന്താവും? 2 ക്യൂബ് 8 പ്ലസ് 2 ഇൻറ്റു 4, അപ്പോൾ 8 പ്ലസ് 4 12 ആണ്. 12 മൈനസ് 12 എന്തായി മാറും? 0 ആവും. സോ ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലെത്തി? 0/0 അഥവാ ഇൻഡിറ്റർമിനൻ്റ് ഫോമിലെത്തി. സോ വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡെറിവേറ്റീവ് എടുക്കാം. സോ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. എന്താണ് എക്സ് റൈസ് ടു 6 ഡെറിവേറ്റീവ്? 6x റൈസ് ടു 5 മൈനസ് 24x ഡെറിവേറ്റീവ് നമുക്കറിയാം 24, 16 ഡെറിവേറ്റീവ് 0 ആണ്, ഡിവൈഡഡ് ബൈ അടുത്ത ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3x² പ്ലസ് 2x ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. സോ ഇനി നമുക്ക് 2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു 2 റൈസ് ടു 5 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2² പ്ലസ് 4 അല്ലേ? സോ ഡിനോമിനേറ്റർ വാല്യൂ എന്തായി മാറും? 3 ഇൻറ്റു 4 പ്ലസ് 4. ന്യൂമറേറ്റർ എന്താവും? 6 ഇൻറ്റു 32 മൈനസ് 24. സോ കാൽക്കുലേറ്റ് ചെയ്യാം. 32 ഇൻറ്റു 6 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 192 വരും. 192ൽ നിന്ന് 24 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 168 വരും. ശരിയല്ലേ? സോ 168 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 2 എത്ര? 16. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ 0/0 ആവും. പക്ഷേ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് എത്തിച്ചേരാം. സോ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 168 ഡിവൈഡ് ബൈ 16 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 e റൈസ് ടു എക്സ് പ്ലസ് e റൈസ് ടു മൈനസ് എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് ചോദ്യം. നമുക്ക് തന്നെ അറിയാം ഡയറക്റ്റായിട്ട് ഞാൻ എക്സിന് 0 എടുത്താൽ എന്തായി മാറും? ന്യൂമറേറ്റർ എന്തായി മാറും? e റൈസ് ടു 0 പ്ലസ് e റൈസ് ടു മൈനസ് 0 മൈനസ് 2 ഡിവൈഡ് ബൈ 0² അഥവാ 0. നമുക്കറിയാം e റൈസ് ടു 0 1 ആണ്, e റൈസ് ടു മൈനസ് 0യും 1 ആണ്. സോ 1 പ്ലസ് 1 2 ആവും, 2 മൈനസ് 2 0. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം 0/0. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ റിസൾട്ടുകൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും റിസൾട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എൽ ഹോസ്പിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചാൽ എങ്ങനെയായി മാറും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e റൈസ് ടു എക്സ് പ്ലസ് e റൈസ് ടു മൈനസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത് 0/0 ഫോമിലായതുകൊണ്ട് വി യൂസ് ഷോർട്ട് കട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ. വി ഗെറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ് ആണ്. e റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1. 2 എന്ന് പറയുന്ന ടേമിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 2x ആവും. സോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? e റൈസ് ടു 0 1 ആണ്, e റൈസ് ടു മൈനസ് 0 1 ആണ്. സോ വീണ്ടും ഇത് ഏത് ഫോമിലായി? 0/2xന് 0 കൊടുക്കുമ്പോൾ 0 വീണ്ടും 0/0 ഫോം ആവും. സോ വീണ്ടും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആവും, ഡിവൈഡഡ് ബൈ 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. അപ്പോൾ രണ്ട് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എൽ ഹോസ്പിറ്റലിലൂടെ അപ്ലൈ ചെയ്തു. സോ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? e റൈസ് ടു 0 പ്ലസ് e റൈസ് ടു മൈനസ് 0 ഡിവൈഡ് ബൈ 2. Therefore 1 plus 1 divided by 2, that is 2/2, which is equal to 1. Clear ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ കോസ് 2x മൈനസ് കോസ് 8x. നമുക്കറിയാം എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ കോസ് 0 1 ആണ്. സോ 1 മൈനസ് 1 ദാറ്റ് ഈസ് 0 വരും, ഡിനോമിനേറ്ററും 0 വരും. സോ 0/0 ഫോമിലെത്തി. അപ്പോൾ ഒന്നുകിൽ റിസൾട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ ചെയ്യുക. 1 മൈനസ് കോസ് 2xന് ബേസ് ചെയ്ത് നമുക്ക് റിസൾട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്, 2 sin² x ഉണ്ട്. പക്ഷേ ഡിനോമിനേറ്ററിലെ കോസ് 2xന് നമുക്ക് വേണമെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കാം. പക്ഷേ കോസ് 8xൻ്റെ റിസൾട്ട് നമ്മൾ പിന്നെ എഴുതണം, ഭയങ്കര പാടാണ്. സോ അതിനേക്കാളും നല്ലത് എൽ ഹോസ്പിറ്റലുള്ള തന്നെ ഉപയോഗിക്കാം. എൽ ഹോസ്പിറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, അപ്പോൾ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആയി. സൈൻ 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഇൻറ്റു 2 വരും, ഡിവൈഡ് ബൈ കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2x ഇൻറ്റു 2 മൈനസ് കോസ് 8xൻ്റെ ഡെറിവേറ്റീവ് മൈനസിൻ്റെ മൈനസ് പ്ലസ് ആവും, സൈൻ 8x ഇൻറ്റു 8. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ വീണ്ടും ലിമിറ്റ് കൊടുക്കുകയാണ്. നമുക്കറിയാം സൈൻ 0 0 ആണ്,
താഴെയുള്ള ഇതും 0 ആണ്. സോ വീണ്ടും 0/0 ഫോമിലെത്തി. Again we use L'Hospital rule. We get limit extends to 0. 2 into എന്താണ് sin 2x ഡെറിവേറ്റീവ്? cos 2x into 2 divided by minus 2 into sin ഡെറിവേറ്റീവ് എന്താണ്? cos 2x into 2 plus 8 into sin 8x ഡെറിവേറ്റീവ് എന്താണ്? cos 8x into 8. ക്ലിയർ ആണല്ലോ? So the answer is limit extends to 0. 4 cos 2x divided by minus 4 cos 2x plus 64 cos 8x. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ 4 into cos 0 1 divided by minus 4 into cos 0 1 64 into cos 0 1. So the answer is 4 divided by 64 minus 4. That is 4 divided by 60 അല്ലെങ്കിൽ 1 by 15 എന്നുള്ളതാണ് ആൻസർ. Therefore option E is the correct answer. ക്ലിയർ ആണല്ലോ? Next problem. Evaluate limit extends to 1 a b raised to x minus a raised to x b divided by x minus 1. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. a by b log a by b, ab log ab, ab log b by a, ab log a by b. സോ എങ്ങനെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എ ബി റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എക്സ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം തന്നെ പറയാം, ഡിനോമിനേറ്ററിൽ 1 മൈനസ് 1 0 വരും. ന്യൂമിനേറ്റർ എന്താവും? എ ബി മൈനസ് എ ബി അഥവാ 0 വരും. സോ ഈ ഒരു പ്രോബ്ലം ഏതിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 0/0 ഫോമിലേക്ക് മാറി. സോ നമുക്ക് L'Hospital ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എ ബി റൈസ് ടു എക്സ് മൈനസ് a raised to x b divided by x minus 1 0/0 ഫോമിലായതുകൊണ്ട് by L'Hospital rule taking derivative a constant b raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? b raised to x log b minus ഇവിടെ b കോൺസ്റ്റന്റ് ആണ്. a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x log a divided by x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ x ന് പകരം നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ, ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ a b raised to 1 log b minus ബി എ ലോഗ് എ, ദാറ്റ് ഈസ് എ ബി നമുക്ക് കോമൺ എടുക്കുകയാണെങ്കിൽ ലോഗ് ബി മൈനസ് ലോഗ് എ, ദാറ്റ് ഈസ് ലോഗ് ബി ബൈ എ. സോ ദ ഫൈനൽ ആൻസർ ഈസ് എ ബി ലോഗ് ബി ബൈ എ. ദെയർഫോർ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് 0 റൂട്ട് 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ റൂട്ട് 2x. ഓപ്ഷൻസ് 1 minus 1 0 does not exist infinite. എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്താവും? 1 മൈനസ് കോസ് 0, ദാറ്റ് ഈസ് 1 മൈനസ് 1 0 ഡിവൈഡ് ബൈ 0. ഇത് 0/0 ഫോമിലാണ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഒന്നുകിൽ L'Hospital റൂൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം 1 മൈനസ് കോസ് 2x നമ്മുടെ റിസൾട്ട് ഉണ്ട്. എന്താണ് 1 മൈനസ് കോസ് 2x റിസൾട്ട് എന്ന് പറയുന്നത്? 2 sin square x. ശരിയല്ലേ? സോ റൂട്ട് 1 മൈനസ് കോസ് 2x എന്താവും? root of 2 sin square x. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു സൈൻ എക്സ്. ശരിയല്ലേ? സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 2x. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0. നമുക്കറിയാം റൂട്ട് 2 കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഇടാം. സൈൻ സ്ക്വയർ എക്സിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് ആണ് അല്ലേ? മോഡുലസ് എക്സ് മീൻസ് പ്ലസ് ഓർ മൈനസ് എക്സ് വരും, ഡിവൈഡഡ് ബൈ റൂട്ട് 2x. സോ റൂട്ട് 2 ക്യാൻസൽ. നമുക്കറിയാം ലിമിറ്റ് എക്സ് 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ് 0 മൈനസ് സൈൻ എക്സ് ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സോ ആൻസർ ഈസ് പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ലിമിറ്റിന് 2 വില കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് f of 1 is equal to 1, f dash 1 equal to 2, then limit extends to 1 root f of x minus 1 divided by root x minus 1. Option 2, second option 4, third option 1, fourth option 1 by 2 and fifth option 1 by 4. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 റൂട്ട് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് മൈനസ് 1 എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റൂട്ട് ഓഫ് എക്സിന് ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് എഫ് ഓഫ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് 1 എന്നല്ലേ?
എഫ് ഓഫ് വണ്ണിൻ്റെ വില 1 ആയതുകൊണ്ട് 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ദാറ്റ് ഈസ് 0/0 ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1. റൂട്ട് എഫ് ഓഫ് എക്സ് മീൻസ് ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു പിന്നീട് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം എഫ് ഡാഷ് എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. ക്ലിയർ ആണല്ലോ? സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1. റൂട്ട് എക്സ് ന്യൂമറേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. സോ എക്സിന് പകരം 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? റൂട്ട് 1 ഇൻറ്റു എഫ് ഡാഷ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് 1. സോ റൂട്ട് 1 ആണ് ഇൻറ്റു എഫ് ഡാഷ് 1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണ്. സോ 2/1 which is equal to 2. Therefore option A is the correct answer. Clear ആണല്ലോ? Next problem, evaluate limit extends to 9 x raised to 3/2 minus 27 divided by x minus 9. Options, first option 3/2, second option 9/2, third option 2/3, fourth option 1/3 and fifth option 2/9. നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എക്സിന് വരെ 9 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലാവും? 0/0 ഫോമിലാവും. സോ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 9 എക്സ് റൈസ് ടു 3/2 മൈനസ് 27 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 9 ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 9 എക്സ് റൈസ് ടു 3/2 മീൻസ് എക്സ് റൈസ് ടു n ആണ്. സോ നമുക്കറിയാം എക്സ് റൈസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 3/2 മീൻസ് എന്നിന് പകരം 3/2 കൊടുക്കുമ്പോൾ എന്താണ്? 3/2 എക്സ് റൈസ് ടു 3/2 മൈനസ് 1 ദാറ്റ് ഈസ് 3/2 എക്സ് റൈസ് ടു 1/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് വരും? 3/2 എക്സ് റൈസ് ടു 1/2 ഡിവൈഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2 ഇൻറ്റു എക്സിന് വരെ 9 കൊടുക്കുമ്പോൾ 9 റൈസ് ടു 3/2 ദാറ്റ് ഈസ് 3/2 ഇൻറ്റു 9 മീൻസ് 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ റൈസ് ടു 1/2 ദാറ്റ് ഈസ് 2 ക്യാൻസൽ. 3 ഇൻറ്റു 3 9/2. Therefore option B is the correct answer. Clear ആണല്ലോ? Next problem, limit extends to 0 6 raised to x minus 3 raised to x minus 2 raised to x plus 1 divided by x square. Options, first option log 2/3, second option log 3/2, third option log 2 plus log 3 and fourth option log 2 into log 3. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഡയറക്റ്റായിട്ട് എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ 0/0 ഫോമിലാവും. പിന്നീട് നമുക്ക് എൽ ഹോസ്പിറ്റലിലേക്ക് പോകാം. എൽ ഹോസ്പിറ്റൽ ചെയ്യുവാണെങ്കിൽ 2 തവണ എൽ ഹോസ്പിറ്റൽ ചെയ്യണം. കാരണം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2 ആണ്. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോഴും എൽ ഹോസ്പിറ്റലോട് ഫെയിലായി കിടക്കുകയാണ്. വീണ്ടും 0/0 ഫോമിലാണ്. സോ വീണ്ടും നമ്മൾ അപ്പോൾ 2 തവണ എൽ ഹോസ്പിറ്റലോട് ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. പക്ഷേ അതിൽ നല്ലത് റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാം. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് റിസൾട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതിനാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു log a. ശരിയല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 a റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു log a എന്ന് പറയുന്ന റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 6 റൈസ് ടു എക്സ് മൈനസ് 3 റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നമുക്കറിയാം ഫസ്റ്റ് ടേം 6 റൈസ് ടു എക്സ് ആണ്. ആ 6 എന്നുള്ളതിനെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. കാരണം 3യുടെയും 2ൻ്റെ ടേമിലാണ് നെക്സ്റ്റ് 2 ടേംസുകളൊക്കെ ഉള്ളത്. സോ നമുക്കിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 6 റൈസ് ടു എക്സിനെ നമുക്ക് 3 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു എക്സ് എഴുതാം. മൈനസ് 3 റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ അപ്പോൾ 4 ടേംസ് ഉണ്ട്. ആദ്യത്തെ 2 ടേമിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 3 റൈസ് ടു എക്സ് നമുക്ക് കോമൺ എടുക്കാം. 3 റൈസ് ടു എക്സ് കോമൺ എടുത്താൽ ബാലൻസ് 2 റൈസ് ടു എക്സ് മൈനസ് 1. ഇനി ലാസ്റ്റ് 2 ടേമിൽ നിന്നൊന്നും കോമൺ എടുക്കാനില്ല. മൈനസ് കോമൺ എടുക്കാം. മൈനസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 2 റൈസ് ടു എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ഈ ന്യൂമറേറ്ററിലുള്ള 2 ടേമുകളിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2 റൈസ് ടു എക്സ് മൈനസ് 1 കോമൺ എടുത്താൽ ബാലൻസ് വരുന്നത് 3 റൈസ് ടു എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഒരു എക്സ് ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എഴുതാം. അടുത്ത എക്സ് സെക്കൻഡ് ടേമിൻ്റെ ഡിനോമിനേറ്റർ എഴുതാം. അപ്പോൾ നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏത് റിസൾട്ടുമാണ്? മുകളിലുള്ള ഫോമുലയുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 a റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മീൻസ് log a ആണ്. സോ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്താവും? 2 റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ദാറ്റ് ഈസ് log 2 ഇൻറ്റു
സെക്കൻഡ് ഫോമിൽ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 3 റൈസ് ടു എക്സ് മൈനസ് 1 എക്സ് ദാറ്റ് ഈസ് ലോഗ് 3. സോ ലോഗ് 2 ഇൻറ്റു ലോഗ് 3 ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 3 minus root 5 plus x divided by x minus 4. Options 1/6, second option minus 1/6, third option 3/4, fourth option minus 3/4. നമുക്കറിയാം ഇവിടെയും നമ്മൾ എക്സിന് പകരം 4 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ ഇത് 0/0 ഫോമിലോട്ടാണ് ഈ ലിമിറ്റ് പോകുന്നത്. സോ വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 3 minus root 5 plus x divided by x minus 4 equal to 0/0 ഫോമിലായതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡിനോമിനേറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് അവിടെ നിൽക്കട്ടെ. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/2 റൂട്ട് 5 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 4 എന്നുള്ള ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് 1 ആണ്. സോ മൈനസ് 1/2 റൂട്ട് 5 പ്ലസ് 4 ദാറ്റ് ഈസ് മൈനസ് 1/2 റൂട്ട് 9 ദാറ്റ് ഈസ് മൈനസ് 1/2 ഇൻറ്റു 3 ദാറ്റ് ഈസ് മൈനസ് 1/6 എന്നുള്ളതാണ് ആൻസർ. Therefore, option B is the correct answer. Clear ആണല്ലോ. Next problem. Limit extends to a raised to x minus x raised to a divided by x raised to x minus a raised to a equal to minus 1. Then, first option a equal to 1. Second option a is equal to 0. Third option a is equal to minus 1. And fourth option a equal to e. അപ്പോൾ ഇവിടെ 4 ടേമുകളുണ്ട്. നമുക്കറിയാം എക്സ് ടെൻസ് ടു എ എന്ന് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്താവും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ എ റൈസ് ടു എ മൈനസ് എ റൈസ് ടു എ ദാറ്റ് ഈസ് 0. ഡിനോമിനേറ്ററിലുള്ള കാര്യം ഇത് തന്നെയാണ് എ റൈസ് ടു എ മൈനസ് എ റൈസ് ടു എ 0. സോ നമുക്ക് എൽ ഹോസ്പിറ്റൽ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇവിടെ 4 ടേമുകൾ, ആ 4 ടേമിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് ആണ് ഫസ്റ്റ് ടേം. സോ നമുക്കറിയാം എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എ റൈസ് ടു എക്സ് ലോഗ് എ. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഫോമിൽ എന്താണ് ലിമിറ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എ ദാറ്റ് ഈസ് എ എക്സ് റൈസ് ടു എ മൈനസ് 1. കാരണം എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. സോ എക്സ് റൈസ് ടു എയുടെ ഡെറിവേറ്റീവ് എ എക്സ് റൈസ് ടു എ മൈനസ് 1. നെക്സ്റ്റ് റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എക്സ്. എന്താണ് എക്സ് റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എ നമുക്കറിയാം എ ഈസ് എ കോൺസ്റ്റൻറ്റ്, പവറായിട്ട് കിടക്കുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്താവും 0 ആവും. സോ ഈ 4 റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. എൽ ഹോസ്പിറ്റൽ അനുസരിച്ച് നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ റൈസ് ടു എക്സ് മൈനസ് എക്സ് റൈസ് ടു എ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു എക്സ് മൈനസ് എ റൈസ് ടു എ ഇസ് ഈക്വൽ ടു മൈനസ് 1 which implies using എൽ ഹോസ്പിറ്റൽ റൂൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ന്യൂമറേറ്റർ എന്താവും എ റൈസ് ടു എക്സ് ലോഗ് എ മൈനസ് എ എക്സ് റൈസ് ടു എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എ ഈക്വൽ ടു മൈനസ് 1. സോ നമുക്ക് എക്സിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ വരും എ റൈസ് ടു എ ലോഗ് എ മൈനസ് എ ഇൻറ്റു എ റൈസ് ടു എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു 1 പ്ലസ് ലോഗ് എ ഇസ് ഈക്വൽ ടു മൈനസ് 1. ദാറ്റ് ഈസ് എ റൈസ് ടു എ നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ ലോഗ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു 1 പ്ലസ് ലോഗ് എ ഇസ് ഈക്വൽ ടു മൈനസ് 1. So a raised to a cancel, cross multiplying we get log a minus 1 equal to minus 1 minus log a. That is 2 log a equal to 0. That is log a equal to 0. Therefore a equal to e raised to 0. E raised to 0 value എന്താണ് 1 ആണ്. So a യുടെ value 1 ആണ്. Therefore option A is the correct answer. Clear ആണല്ലോ. Next problem, evaluate limit extends to 0, 4 raised to x minus 1 the whole cube divided by sin x square by 4 into log of 1 plus 3x is dash. Option, first option 4 by 3 log 4 the whole cube, second option 3 by 4 log 4 the whole cube, third option 4 by 3 log 4 the whole square and fourth option 3 by 2 log 4 the whole square. So നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം 3 ടേംസുകളുണ്ട്. ഒന്ന് 4 റൈസ് ടു എക്സ് മൈനസ് 1 എന്നുള്ള ടേം ഉണ്ട്, അതിൻ്റെ പവർ തന്നിരിക്കുന്നത് 3 ആണ്. രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ലിമിറ്റ്സിനെ ബേസ് ചെയ്തുള്ള ഫോമുലയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ. നമുക്ക് അറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ 1 ആകും. അതുപോലെ മൂന്നാമത്തെ ടൈം ലോഗോ 1 പ്ലസ് 3x ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണ് ലോഗോ 1 പ്ലസ് 3x വന്നാൽ ഡിവൈഡഡ് ബൈ 3x വന്നാൽ അല്ലേ
ലിമിറ്റ് എക്സ്റ്റെൻസ് 0 log 1 plus x divided by x is equal to 1. സോ ഈ മൂന്ന് റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്താണ് റിസൾട്ട് എടുക്കുന്നത്. എന്തൊക്കെയാണ് റിസൾട്ട് എന്ന് പറഞ്ഞ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a raised to x minus 1 by x is equal to log a. അപ്പോൾ ഡിവൈഡ് ബൈ എക്സ് അവിടുത്തെ ആ ടേമിൻ്റെ കുറവാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈനിൻ്റെ ബേസ് ചെയ്തുള്ള ഫോമിൽ ഇതാണ് സൈൻ എക്സ് ബൈ എക്സ് is equal to 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫോമിൽ ഇതാണ് log of 1 plus x divided by x is equal to 1. അപ്പോൾ ഈ മൂന്ന് റിസൾട്ടുകൾ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. സോ എൽ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 മൂന്ന് ലിമിറ്റായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 4 raised to x minus 1 the whole cube. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x square by 4 into ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log of 1 plus 3x. സോ ഇനി റീഅറേഞ്ച് ചെയ്യാം. എന്തൊക്കെയാണ് ഫസ്റ്റ് ഫോമിലേക്കാണ് നമുക്ക് വേണ്ടത് a raised to x minus 1 by x എന്നുള്ള ഫോമിലാണ്. ഡിവൈഡ് ബൈ എക്സ് ഇല്ല, അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഇടുമ്പോൾ ആക്ച്വലി എക്സ് ക്യൂബ് എന്ന എഫക്റ്റ് വരും. therefore മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ക്യൂബ്. സിമിലർലി സെക്കൻഡ് ടൈം നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ബൈ 4 ആണെങ്കിൽ 1 ആവത്തുള്ളൂ. ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4 നമ്മൾ ചെയ്യാം. ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 log 1 plus 3x വന്നാൽ താഴെ 3x ആകുമ്പോൾ ഇൻറ്റു 3x എഴുതുന്നു. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ക്യാൻസൽ. ശരിയല്ലേ? ഇനി നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 4 raised to x minus 1 by x എന്താണ് log a അഥവാ log 4 ആണ്. സോ ക്യൂബ് ഉള്ളത് കൊണ്ട് log 4 the whole cube divided by എക്സ് സ്ക്വയർ ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ 1/4 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x square by 4 by x square by 4 that is 1 into ലിമിറ്റ് എക്സ്റ്റെൻസ് 0 log 1 plus 3x by 3x 1 into 3 that is 4/3 log 4 the whole cube. That is 4/3 log 4 the whole cube. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x square minus root x divided by root x minus 1 equal to dash. Options 0, second option 1/2, third option 2 and fourth option 3. നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 0 ഡിവൈഡ് ബൈ 0 എന്ന് വരും. സോ 0/0 ഫോമിലാണ്. സോ വി യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x square minus root x divided by root x minus 1 tend to 0/0 form. So we use എൽ ഹോസ്പിറ്റൽ റൂൾ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനെയും ഡെറിവേറ്റീവ് എടുക്കണം. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x മൈനസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/2 റൂട്ട് എക്സ് ഡിവൈഡ് ബൈ 1/2 റൂട്ട് എക്സ് മൈനസ് 0. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 2 into 1 2 minus 1/2 into 1 divided by 1/2. നമുക്കറിയാം 2 minus 1/2 means 3/2 divided by 1/2 which is equal to 3. This is the answer. Therefore option D is the correct answer. Next problem. Limit extends to 1 x minus 1 into tan pi x by 2. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x മൈനസ് 1 ഇൻ ടാൻ പൈ എക്സ് ബൈ 2. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിന് വരെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്തായി മാറും? 1 - 1 ദാറ്റ് ഈസ് 0 ഇൻറ്റു ടാൻ പൈ എക്സ് ബൈ 2 എക്സിന് വരെ 1 കൊടുത്താൽ ടാൻ 90 ദാറ്റ് ഈസ് നോൺ ഡിഫൈൻഡ്. നമുക്കറിയാം ഇത് ഇൻഡിറ്റർമിനന്റ് ഫോമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ല, ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൽ ഹോസ്പിറ്റൽ ഉള്ളത് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവിടെ 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി നമ്മളതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ മറ്റേ ഡിവിഷൻ ഫോമിലാക്കണം. അതായത് 0 ഇൻറ്റു ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഫിനിറ്റിയിലോ അല്ലെങ്കിൽ 0/0 ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x മൈനസ് 1 ഇൻറ്റു ടാൻ പൈ എക്സ് ബൈ 2. ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ്. അതിനെ ഡിവിഷൻ ഫോമിലാക്കാൻ വേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x മൈനസ് 1 ഇൻറ്റു ടാൻ പൈ എക്സ് ബൈ 2 മീൻസ് 1/കോട്ട് പൈ എക്സ് ബൈ 2 അല്ലേ? ശരിയാണല്ലോ. സോ ഇനി ഇതേത് ഫോമിലാണ് നോക്കേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് പൈ എക്സ് ബൈ 2. ഇതേത് ഫോമിലാണ്? 1 - 1 0 ആകുമ്പോൾ ന്യൂമറേറ്റർ 0 ആയി,
ഡിനോമിനേറ്റർ കോട്ട് പൈ ബൈ 2. ടാൻ പൈ ബൈ 2 നോൺ ഡിഫൈൻഡ് ആണ്, കോട്ട് പൈ ബൈ 2 0 ആണ്. സോ ഇത് ഏത് ഫോമിലായി? 0/0 ഫോമിലേക്ക് മാറി. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം വരികയാണെങ്കിൽ ഫസ്റ്റ് ടേമിനെയോ സെക്കൻഡ് ടേമിനെയോ ഡിനോമിനേറ്ററെ കൊണ്ടുവന്ന് ഏത് ഫോമിലാക്കണം? 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയിലാക്കി മാത്രമേ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ നമുക്കറിയാം, ഇനി എൽ ഹോസ്പിറ്റൽ റൂൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായി മാറും? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1. ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ പൈ എക്സ് ബൈ 2 ഇൻറ്റു പൈ എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? പൈ ബൈ 2. സോ മൈനസ് 2 ബൈ പൈ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ, എക്സിന് വരെ പൈ കൊടുക്കുകയാണെങ്കിൽ പൈ ബൈ 2. നമുക്കറിയാം സൈൻ 91 ആണ്. സോ കൊസീക്ക് 91 ആണ്. കൊസീക്ക് സ്ക്വയർ പൈ ബൈ 2 1 ആണ്. സോ മൈനസ് 2 ബൈ പൈ ഇൻറ്റു 1, ദാറ്റ് ഈസ് മൈനസ് 2 ബൈ പൈ. Therefore, option D is the correct answer. Next question. Evaluate limit extends to 0 log of 3 plus x minus log of 3 minus x whole divided by x. Option, first option 0, second option minus 1 by 3, third option 2 by 3 and fourth option minus 2 by 3. എങ്ങനെ ചെയ്യാം? ഡയറക്റ്റായിട്ട് നമ്മൾ 0 എടുത്തു കഴിഞ്ഞാൽ 0/0 ഫോമിലാവുന്നു. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലോഗ് 3 പ്ലസ് എക്സ് മൈനസ് ലോഗ് 3 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0. ലോഗിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/3 പ്ലസ് എക്സ്, 3 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. മൈനസ് ലോഗ് 3 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/3 മൈനസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ the final answer is limit extends to 0 1/3 plus x മൈനസിൻ്റെ മൈനസ് 1/3 മൈനസ് എക്സ്. എക്സ്റ്റെൻസ് 0 എന്ന് പറഞ്ഞാൽ 3ക്ക് എക്സിന് പകരം 3 കൊടുക്കുക. 1 പ്ലസ് 3 ഡിവൈഡ് ബൈ 1 പ്ലസ് 3, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 2, ദാറ്റ് ഈസ് 2/3 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? Therefore, option C is the correct answer. Next problem. Evaluate limit extends 0 2 raised to x minus 1 divided by root 1 plus x minus 1. First option 2 root 2 log 2, second option log 2, third option root 2 and final option log 4. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമ്മൾ എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലാവും? 0/0 ഫോമിലാവും. സോ ഇൻഡിറ്റർമിനൻ്റ് ഫോം ആയതുകൊണ്ട് നമുക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 2 raised to x minus 1 divided by root of 1 plus x minus 1 is of the form 0/0. So differentiating numerator and denominator, limit extends to 0. 2 raised to x ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 raised to x log 2, 1 ൻ്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ റൂട്ട് എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 1 പ്ലസ് എക്സ് ആൻഡ് 1 ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ 2 raised to 0 log 2 divided by 1/2 root 1, that is 2 log 2 വരും, which is equal to നമുക്കറിയാം 2 log x, 2 log 2, n log x means log x raised to n ആണ്. So log 2 square, that is log 4. Therefore option D is the correct answer.